ഹായ് ഹലോ. നമുക്കിന്ന് ഹെയർ വാഷിംഗ് ഡേ ആണേ. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ നിങ്ങൾക്ക് കുറച്ച് ഹെയർ ടിപ്സ് ഒക്കെ പറഞ്ഞു തരാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ വേറെ പാക്കുകളൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഞാൻ ഒരു ഓയിൽ മസാജ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓയിൽ മസാജ് കൊടുത്ത് ഇന്ന് ഹെയർ വാഷ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ എൻ്റെ ഒരു കുറച്ച് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാച്ചിയ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. കാച്ചിയ എണ്ണ കുറച്ച് മരുന്നുകളൊക്കെ ഉപയോഗിച്ച് അങ്ങാടി കടയിൽ പോയിട്ട് മരുന്നുകളൊക്കെ വാങ്ങിച്ച് അത് കാച്ചിയ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സ്ഥിരമായിട്ട് ഞാൻ കാച്ചിയ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ നല്ലൊരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കാറുണ്ട് വീക്കിലി വൺസ്. നന്നായിട്ട് നമ്മൾ തലമുടി നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചിട്ട് നല്ലതായിട്ട് ഒരു എണ്ണ നമ്മൾ കാച്ചിയ എണ്ണയാണോ അല്ല അല്ലാത്ത എണ്ണയോ ഉപയോഗിക്കുന്നെങ്കിലും നന്നായിട്ട് തലമുടിയിൽ എന്ത് ചെയ്യുക, ഒന്ന് ചൂടാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യും. ഒരു 10-15 മിനിറ്റെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് മസാജ് ചെയ്തിട്ടാണ് നമ്മൾ വാഷ് ചെയ്ത് കളയാറുള്ളൂ. അതുപോലെ ചെയ്താൽ നല്ലതാണ്. പിന്നെ അതുപോലെ നമ്മുടെ തലമുടിയിൽ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ മുടി അഴിച്ചിട്ടൊക്കെ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, മുടിയുടെ തുമ്പ് വെട്ടിക്കളയാനായിട്ട് ശ്രമിക്കുക മാസത്തിലൊരിക്കൽ. അതുപോലെ നമ്മുടെ തലമുടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും വെക്കുക. അതുപോലെ മുടി കെട്ടി വെച്ച് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് തലമുടി ഉണങ്ങിയതിന് ശേഷം വാഷ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം മാത്രം തലമുടി കെട്ടി വയ്ക്കുക. അല്ലെങ്കിൽ തലയിൽ കായൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ നീറ്റായിട്ട് നമ്മൾ വെക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതുപോലെ ഇതേപോലെ ഒരു മസാജർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ മസാജ് കുറച്ചും കൂടി എളുപ്പമാവും. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ, 10-60 രൂപയേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ സിലിക്കോണിൻ്റെ മെറ്റീരിയലാണ്, നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ മുടി മുഴുവനായിട്ടിട്ട് മസാജ് ചെയ്യാതെ ഒന്ന് പാർട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി മുടിയിലേക്ക് അതിങ്ങനെ ഇറങ്ങി നിൽക്കും. പിന്നെ സിലിക്കോണിൻ്റെ മെറ്റീരിയലാണ്, ഒട്ടും ഹാർഷല്ല, ഉപയോഗിക്കാനും നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഷാമ്പുവും കണ്ടീഷണറൊക്കെ ഉപയോഗിക്കുമ്പോൾ അപ്പോഴും നമുക്ക് എന്ത് ചെയ്യുക, ഇത് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാനായിട്ട് പറ്റും, നല്ലതാണ്. പിന്നെ അതേപോലെ നമ്മുടെ ഡാൻഡ്രഫ് അതുപോലെ സ്നോഫോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. നമുക്കറിയാം നമ്മുടെ തലമുടി ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ അല്പം അത് വരാനുള്ള സാധ്യതയുണ്ടാവും. അതുപോലെ ഓയിലി ഹെയർ ഉള്ളവർക്കും ഇതിങ്ങനെ വരാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ അതിൻ്റെ പാക്കുകളൊക്കെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. പിന്നെ നമ്മൾ കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അവർ പറയുന്ന കുറച്ച് സ്പായും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി എന്ത് ചെയ്യുക, എപ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു പ്രാവശ്യം ചെയ്തു മുടി നന്നായിട്ട് കിടക്കുന്നത് കണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ അവസ്ഥ വന്നാൽ മുടി പോകും കേട്ടോ. പിന്നെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഹെയർ ഫോൾ ആണെങ്കിൽ നമ്മൾ ഡോക്ടറെ തന്നെ കാണുക. അപ്പോൾ